പക്ഷേ ഞാനൊരു ചോദ്യം നവമിയോട് ചോദിക്കുന്നത്, നവമി കരുതുന്നുണ്ടോ വി ഡി സതീശൻ ഈ ഹൈക്കമാൻഡ് ഇത്രയും ഒക്കെ പ്രക്ഷോഭം ഉണ്ടായൊരു സാഹചര്യത്തിൽ വി ഡി സതീശനെ പ്രഖ്യാപിക്കാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടെന്ന് നവമി കരുതുന്നുണ്ടോ? ഉറപ്പായും മനു, വി ഡി സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകുമെന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളൊപ്പം ലല്ലു കൂടി ഉണ്ട്. ലല്ലു, നവമിക്കൊരു വലിയ പ്രതീക്ഷയുണ്ട് വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയേക്കുമെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നു ലല്ലു പക്ഷേ കൂടുതൽ KCയെ പിന്തുണച്ചുകൊണ്ടായിരിക്കും നിൽക്കുന്നത്, അല്ലേ? മനു, വ്യക്തിപരമായി പറഞ്ഞാൽ ഈ 3 പേരിൽ ആര് മുഖ്യമന്ത്രിയായാലും സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം ഈ നേരത്തെ പറഞ്ഞ പോലെ 3 പേരുടെ അവകാശവാദം കണക്കിലെടുക്കുമ്പോൾ 3 പേർക്കും അതിന് അർഹതയുണ്ട് എന്ന് ഇപ്പോൾ ഹൈക്കമാൻഡ് വിശ്വസിക്കുന്ന പോലെ ഞാനും വിശ്വസിക്കുകയാണ്. കാരണം ഞാൻ ഒരാളുടെ പേര് അങ്ങനെ പറയുന്നില്ല. കാരണം 3 പേരുമായിട്ടും അല്ലെങ്കിൽ 3 പേരും കോൺഗ്രസിലെ സീനിയർ നേതാക്കന്മാരാണ്. ഈ പറഞ്ഞ പോലെ വി ഡി സതീശൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ആര് വരുമെന്നാണ് ഞാൻ വ്യക്തിപരമല്ല എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പ് എന്നുള്ള നിലയിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തുണ്ടായ വലിയ പ്രക്ഷോഭങ്ങളുണ്ട്, വലിയ എതിർപ്പുകളുണ്ട്, വലിയ എതിർ ശബ്ദങ്ങളുണ്ട്. ഫ്ലെക്സ് വലിച്ചീറലടക്കമുള്ള നാടകങ്ങൾ നമ്മൾ കണ്ടതാണ്. അതൊരു വശത്ത് നിൽക്കുമ്പോൾ ഈ രമേശ് ചെന്നിത്തല ഉയർത്തുന്ന ഒരു വാദം എന്നും പാർട്ടിക്ക് വിധേയനായി പാർട്ടിയുടെ അച്ചടക്കം പാലിച്ച് ഏറ്റവും കേരളത്തിൽ നിലവിൽ ഏറ്റവും സീനിയറായ നേതാവായ താൻ നിൽക്കുന്നു. അതുകൊണ്ട് തനിക്കൊരു ക്ലെയിമുണ്ട്. കഴിഞ്ഞ തവണ എത്രയോ കാലമായി പാർട്ടിക്ക് വേണ്ടി പലതരം ത്യാഗങ്ങൾ ചെയ്യുന്നു, സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ചോദിച്ചു വാങ്ങിക്കുന്നില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. AICCയുടെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് ക്ഷണിതാവുന്നത് എത്രയോ കാലം മുമ്പ് ആക്കിയതാണ്. അത് മാത്രം, അതിനപ്പുറത്തേക്കൊന്നും ചോദിക്കുന്നില്ല. അത് ലല്ലു, നമുക്ക് VV അരുൺ കൂടെ എന്നോടൊപ്പം ചേരുന്നുണ്ട്. VV അരുൺ അവിടുത്തെ ഒരു വലിയ ആംബിയൻസിൽ നിൽക്കുകയായിരിക്കും. അവിടെ വലിയ ആൾക്കൂട്ടവും ആളുകളുടെ പല അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ട്. VV അരുൺ, നവമി എന്നോട് പറഞ്ഞത് വി ഡി സതീശൻ ആകും എന്നാണ് നവമി പ്രതീക്ഷിക്കുന്നത്. ലല്ലു രമേശ് ചെന്നിത്തലയുടെ പേരാണ് കൂടുതലും രമേശ് ചെന്നിത്തലയുടെ പേരാണ് പറയുന്നത്. VV അരുൺ എന്ത് തോന്നുന്നു? VV അരുൺ, മനു, ഏതൊരു മലയാളി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഒരു മുഖ്യമന്ത്രി വേണമെന്നുള്ളതാണ്. സ്വാഭാവികമായും എന്റെ ആഗ്രഹം തന്നെയാണ്, ഒരു മുഖ്യമന്ത്രി വേണം. അത് ഇനിയും വൈകാതെ വേണം. കാരണം 102 MLA-മാരുടെ പിന്തുണയുള്ള മുന്നണിയാണ് UDF. ഇതുവരെ മുഖ്യമന്ത്രി ആരെന്ന തീരുമാനമായിട്ടില്ല. ഏതായാലും മുഖ്യമന്ത്രി ആരാകണമെന്ന കൃത്യമായ അഭിപ്രായമുള്ള കോൺഗ്രസ് പ്രവർത്തകർ, ഇവിടെ പ്രാദേശിക നേതാക്കളൊക്കെ ഉണ്ട്. ഇന്ന് മുഖ്യമന്ത്രി വരുമോ? ആര് വരും? വി ഡി സതീശൻ സാർ തന്നെ വരണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. നമുക്ക് നല്ല ശുഭപ്രതീക്ഷയാണ്. ഏറ്റവും അനുയോജ്യമായി UDF-നെ ലീഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മുഖ്യമന്ത്രിയായിരിക്കും. അത് നമ്മുടെ ഹൈക്കമാൻഡ് ഉറപ്പായിട്ടും തീരുമാനിച്ചു. വി ഡി സതീശൻ വേണമെന്ന് പറഞ്ഞ പോലെ ധൈര്യമായിട്ട് പറയാനുള്ള ഇതില്ല. ധൈര്യത്തിന്റെ കുറവൊന്നുമില്ല. ഇത്രയും സീറ്റ് 102 സീറ്റ് നമ്മൾ ജയിച്ചില്ലേ, ഇതിൽ കൂടുതൽ എന്ത് വേണം നമുക്ക്? ജയിപ്പിച്ച ആൾ തന്നെ വരണമെന്നാണോ, അല്ല അവിടെ നിന്ന് ചരട് വലിച്ച ആൾ വരണോ? ഇവിടെ UDF-ന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. UDF-ന്റെ ഏറ്റവും അനുയോജ്യനായിട്ടുള്ള നമ്മുടെ എല്ലാവരെയും ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാൻഡിഡേറ്റ് ആയിരുന്നു. ജീവൻ കൊടുത്ത സാറാണ് വി ഡി സതീശൻ സാറ്. ജീവനില്ലാതെ കിടക്കായിരുന്നു അല്ല, എങ്കിലും ജീവൻ ഉണ്ടായിരുന്നു. എങ്കിലും അങ്ങേ അധികം ഒരുപാട് ആദ്യ ജീവൻ ഉണ്ടായിരുന്നു. ഇല്ല, പകുതി എന്ന് പറയാന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഞങ്ങളെല്ലാം ഒന്ന് ഉണർത്തിയെടുത്തു. അങ്ങനെ ജനങ്ങളെല്ലാം ഉണർത്തിയെടുത്ത് ജനങ്ങളിലോട്ട് കൊണ്ടുവന്നു നമുക്കൊരു നല്ലൊരു സർക്കാർ ഉണ്ടാവുമെന്ന് നമുക്ക് ഉറപ്പായിട്ട് അറിയായിരുന്നു. അതിന് യോഗ്യം എന്തായാലും വി ഡി സതീശൻ സാർ ആണോ? അധ്വാനിച്ചവൻ പ്രതിഫലം കൊടുക്കേണ്ടത് നിർബന്ധമായി അത്യാവശ്യമാണ്. അത് വി ഡി അർഹതപ്പെട്ടതാണ്. വി ഡി സതീശനാണ് അധ്വാനിച്ചല്ലേ ഒരു സർക്കാർ ഉണ്ടാക്കാൻ? അഭിപ്രായമില്ല. ആര് നേതൃത്വം കൊടുത്താലും ഇതേ റിസൾട്ട് വരും. ഈ 2 വിഭാഗത്തിലുള്ള ഏത് നേതാവ് അല്ല, 3 ഉണ്ട്. രമേശ് വിഭാഗത്തിലുള്ള നേതാക്കന്മാർ ചരട് വലിച്ചാലും ഇതേ റിസൾട്ട് വരും. 3 പേർക്ക് ഈക്വൽ പരിഗണനയുണ്ട്. ആര് മുഖ്യമന്ത്രിയാവും? ഒരാൾക്കേ പറ്റൂ. നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്താവും ആര് മുഖ്യമന്ത്രി? ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം നമ്മളെല്ലാവരും അംഗീകരിക്കും. കാരണം ജനാധിപത്യ രാജ്യമാണ്. കാരണം എല്ലാവരും ഐക്യത്തോടെ സമന്വയം ഉണ്ടാക്കി മാത്രമേ ഇത് പാർട്ടി മുന്നോട്ട് പോകുള്ളൂ. അതുകൊണ്ട് ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം നമ്മളെല്ലാവരും അംഗീകരിച്ചേ പറ്റൂ. 10 ദിവസമായി എന്താണ് ഹൈക്കമാൻഡ് ഇത്രയും വൈകിക്കുന്ന തീരുമാനം? നമുക്ക് ഇപ്പൊ ഏറ്റവും സംസിദ്ധമായ ഒരു ഭരണം എന്തായാലും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. നമുക്ക് ജനങ്ങളെല്ലാം നമ്മുടെ ഏറ്റവും ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവും.
തീർച്ചയായും സംശുദ്ധമായിട്ടൊരു ഭരണം ഉണ്ടാവും ഇവിടെ. അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. നമുക്ക് കറക്ഷൻ ഉണ്ടാവരുത്. നമുക്ക് ഈ ഇവിടുന്ന് ആരായിരിക്കും നയിക്കാൻ പോകുന്നത്? ഇത്രയും വൈകിച്ചത് ഒരു ഈ വിജയത്തിന്റെ ഒരു വലിയ തിളക്കമോ കുറച്ചില്ലേ? വിജയത്തിന്റെ തിളക്കമൊന്നും വലുതായിട്ടൊന്നും കുറഞ്ഞിട്ടില്ല. ഇപ്പൊ LDFന്റെ ഭാഗത്ത് അവിടെ പ്രതിപക്ഷ നേതാവ് പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രി ആദ്യം വരണ്ടേ? മുഖ്യമന്ത്രി അല്ല, പ്രതിപക്ഷ നേതാവ് വന്നിട്ടില്ലല്ലോ. പക്ഷേ തീർച്ചയായിട്ടും ഇന്ന് വളരെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു തീരുമാനമൊന്നും ഉണ്ടാവും. അത് മാത്രമല്ല, ഈ ഉണ്ടാകുന്ന തീരുമാനം മാത്രമല്ല, ജനങ്ങളെല്ലാം ആഗ്രഹിക്കുന്ന ഇവിടെ ഒരു സംശുദ്ധ ഭരണം ഉണ്ടാവണം. കൂടുതൽ ആളുകൾ ഉണ്ടാവണം. ഇന്നലെ 7 മണിക്കൂർ ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ അരുൺ, ഏതായാലും പാർട്ടി ആസ്ഥാനത്ത് ആളുകൾക്ക് അങ്ങനെ പേര് തുറന്നു പറയാൻ കുറച്ചു പേർക്ക് കഴിയുന്നുള്ളൂ. പക്ഷെ അവിടെ അരുൺ മനസ്സിലാക്കുന്നത് കൂടുതൽ ആളുകൾ VD സതീഷിനൊപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? അങ്ങനെയല്ലേ? എന്ന് വേണം ഇന്ന് കരുതാൻ. കാരണം കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ ഇവിടെ ഏതാണ്ട് ഇതേ സമയം വന്നിരുന്നു. വലിയ ആൾക്കൂട്ടമായിരുന്നു. ഏതാണ്ട് 6:30 കൂടി മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമെന്ന സൂചനകൾ അന്ന് വന്നിരുന്നു. ആ സമയത്തൂടെ ഇതിലും വലിയ ആൾക്കൂട്ടമായിരുന്നു. KPCC ആസ്ഥാനത്ത് മുന്നിൽ മാത്രമല്ല, ഈ അകത്തും ഇവിടെ ന്യൂസ് ചാനലുകൾ മാറി മാറി കണ്ട് മുഖ്യമന്ത്രിയെ ഉടൻ തീരുമാനിക്കുമെന്ന പ്രതീക്ഷയിൽ ഇവിടെ നിരവധി ആളുകളുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഇവിടെ വളരെ പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന KC വേണുഗോപാൽ അനുകൂലികളായിരുന്നു ഏറെ ഉണ്ടായിരുന്നത്. KC വേണുഗോപാൽ സംസ്ഥാനത്തെ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ, കോൺഗ്രസിന്റെ കേരളത്തിലെ സംഘടനാ ജനറൽ സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ, അദ്ദേഹം KC വേണുഗോപാൽ അനുകൂലിയാണ്. അത്തരത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് അവരൊക്കെ ഉടൻ പ്രഖ്യാപനം വരുമെന്ന പ്രതീക്ഷയിൽ KC വേണുഗോപാലിന് വേണ്ടി ആർപ്പ് വിളിക്കാൻ കാത്തിരുന്നവരാണ്. ഒരു വേള അവർ കേക്കും ലഡുവും ഒക്കെയായി ഇവിടെ എത്തി ആഘോഷിക്കാൻ, മധുരം വിതരണം ചെയ്യാൻ കാത്തിരുന്നു. വലിയൊരു ആൾക്കൂട്ടം ഈ ഭാഗത്ത്, ഞാൻ നിൽക്കുന്ന KPCC ഓഫീസിന്റെ ഈ വരാന്തയിൽ ഇവിടെ TV ചാനലുകൾ TV ഒക്കെ വച്ചിരിക്കുന്ന ഈ ഭാഗത്ത് നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അത്തരമൊരു ആൾക്കൂട്ടം ഇവിടെയില്ല. അന്ന് ഉണ്ടായിരുന്ന ആൾക്കൂട്ടത്തിലെ കൂടുതൽ പേരും ഏതാണ്ട് 90% KC വേണുഗോപാൽ അനുകൂലിക്കുന്നവരായിരുന്നു. അത്തരത്തിലൊരു ആൾക്കൂട്ടം ഇവിടെ ഇല്ല എന്നതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരുപക്ഷെ തീരുമാനം വന്ന ശേഷം ഇങ്ങോട്ട് വരാമെന്ന് തീരുമാനിച്ചിരിക്കുന്നവരാകാം, അല്ലെങ്കിൽ മറ്റേതൊരു സ്ഥലത്ത് സംഘടിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഇന്ന് ആ ഒരു ടീം ഇവിടെ ഇല്ല. പകരം കൂടുതൽ VD സതീശൻ അനുകൂലിക്കുന്ന ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പലരും നേരത്തെ മനു കേട്ടതുപോലെ ആര് മുഖ്യമന്ത്രിയാകണമെന്ന് തുറന്നു പറയാൻ മടിയുള്ള യഥാർത്ഥ കോൺഗ്രസ് വികാരം ഉൾക്കൊള്ളുന്ന പ്രവർത്തകർ ആര് വന്നാലും ഒരു സംശുദ്ധ ഭരണമുണ്ടാകണം, അഴിമതിരഹിത ഭരണമുണ്ടാകണം, അതിനുള്ള മാൻഡേറ്റാണ് ജനം നൽകിയത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു ഭരണമുണ്ടാകുന്ന പ്രതീക്ഷയോടുകൂടി ഹൈക്കമാൻഡ് തീരുമാനത്തിന് കാതോർത്തിരിക്കുന്ന, ഹൈക്കമാൻഡ് തീരുമാനത്തെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ KPCC ആസ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത്. ഒരുപക്ഷെ ഇനിയുള്ള സമയം കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിയേക്കാം. ഏതായാലും വലിയ പ്രതീക്ഷയാണ്, വലിയ ആകാംക്ഷയാണ് ഇവിടെയും. 3 ക്യാമ്പും ഇപ്പോഴും സജീവ പ്രതീക്ഷയിലാണ്. എല്ലായിടത്തും ആൾക്കൂട്ടമാണ്. എല്ലാവർക്കും മുഖ്യമന്ത്രി ആര് എന്ന് അറിയണം എന്നൊരു ആകാംക്ഷയുണ്ട്. VV അരുണും എനിക്ക് തോന്നുന്നത് അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് പേര് ആരെയാണ് പിന്തുണയ്ക്കുന്നത്, അല്ലെങ്കിൽ ആര് വരും എന്ന് പ്രതീക്ഷിക്കുന്നതിനെ കുറിച്ച് തുറന്നു പറയാൻ അരുണിനും ഒരു ചെറിയ ആശങ്കയുണ്ട്. കാരണം പല നേതാക്കളെ അനുകൂലിക്കുന്ന ആളുകൾ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ ലല്ലു, അതാണ്. ഏതായാലും തിരുവനന്തപുരത്ത് വഴുതക്കാടുള്ള രമേശ് ചെന്നിത്തലയുടെ വീട്ടിലും ഇതുപോലെ വലിയ ആൾക്കൂട്ടമുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർ അവിടെ എത്തുന്നുണ്ട്. മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിക്ക് മുന്നിലും ആളുകൾ അവിടെയും തടിച്ചുകൂടിയിട്ടുണ്ട്. ഏതായാലും അവിടെ എത്തി KC വേണുഗോപാലിനോട് എന്തായിരിക്കും പറയുക എന്നൊരു വലിയ ചോദ്യമാണ് അവിടെ ഉള്ളത്. കോൺഗ്രസ് ഒരു മാരത്തൺ ചർച്ചയാണ് നടത്തിയത്. എല്ലാ ഘട്ടത്തിലും എല്ലാ ആളുകളുടെയും അഭിപ്രായങ്ങൾ ആരായുന്ന ഒരു വിവരം നമുക്ക് കാണാൻ കഴിഞ്ഞു. ആദ്യഘട്ടങ്ങളിൽ അത് ഈ 3 ക്ലെയിം ഉന്നയിക്കുന്ന ആളുകളാണെങ്കിൽ പിന്നീട് കേരള. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.